സ്വന്തം നിസ്കരിക്കാൻ വേണ്ടി അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു. സുബഹിക്ക് അസ്വലാത്ത് ഖൈറും മിനൻ നൗം. സുബഹിക്ക് വിളിക്കത്തില്ലേ? സുബഹി ബാങ്ക് കേൾക്കണവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. അല്ലാഹു സുബഹി ബാങ്ക് നമ്മൾ അത് നിസ്കരിക്കുന്നവരും കേൾക്കാറില്ല. നിസ്കരിക്കുന്നവരും സുബഹി ബാങ്ക് കേൾക്കാറില്ല. കാരണം അലാറം വെച്ചിട്ട് 10 മിനിറ്റ് മുമ്പ് പള്ളിയിൽ പോകുന്നവരാ. ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞ ആ ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ഇബിലീസ് വന്നിട്ട് ഇങ്ങനെ തടകും. ഉറങ്ങുമോനെ, ഉറങ്ങുമോനെ, എഴുന്നേക്കല്ലേടാ, എഴുന്നേക്കല്ലേടാ എന്ന് പറഞ്ഞ് നിന്നെ ഉറക്കം നേരത്ത് അവനെ പരാജയപ്പെടുത്തിയിട്ട് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഒതുവെടുത്ത് തണുപ്പത്ത് പള്ളിയിൽ പോയി 2 റക്അത്ത് ജമാഅത്തായി നിസ്കരിക്ക്. അതൊരു ജിഹാദാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതൊരു ജിഹാദല്ലേ? ലോഹറിന് പള്ളിയിൽ പോകാൻ എല്ലാവരെ കൊണ്ടും പറ്റും, സുബഹിക്ക് എല്ലാവരെ കൊണ്ടും പറ്റൂല. സുബഹിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കണം, അതാ ധൈര്യം. അതോ പള്ളിയിൽ പോകുന്ന കാര്യം പറയുമ്പോ വയ്യ. സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിക്കു വയ്യ. ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ കൂടുതലാ, അറ്റാക്ക് വരും, ചത്തുപോകും. എഴുന്നേറ്റ് നടക്കാൻ പറയുമ്പോൾ ഭാര്യയും കെട്ടിയവനും കെട്ടുമ്പോഴേയും കൂടെ നടക്കുന്ന കാണാം. അല്ല പറഞ്ഞ് നീ 5 നേരം നിസ്കരിക്ക്, പള്ളിയിൽ പോയി നിസ്കരിക്ക്. വണ്ടിയിൽ പോകണമെന്നല്ല അല്ല പറഞ്ഞേ. നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ നടന്നു പോകാനാ പറഞ്ഞേ. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ ചുവട്ടടിയുടെ പ്രതിഫലം അറിയോ? ആരാപ്പ പള്ളിയിൽ? പള്ളിയുടെ മിഹ്റാബിനകത്ത് വണ്ടി കയറ്റാൻ പറ്റി നമ്മൾ അവിടെ വരെ കയറ്റും. അങ്ങനത്തെ ആൾക്കാരാ. നടന്ന് പള്ളിയിലേക്ക് പോ. ഒരു ദിവസം ഒരു വക്കത്തെങ്കിലും നടക്ക്. പള്ളിയിലേക്ക് നടന്ന ഡോക്ടർ പറഞ്ഞു നീ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിച്ചിരുന്നെങ്കിൽ ഈ കടന്ന് ഓടേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ എന്നോടും ഡോക്ടർ പറഞ്ഞിരിക്കണത് കൊളസ്ട്രോൾ കൂടുതലാ, നടക്കാനാ. എവിടെ നടക്കാനാ? രാവിലെ നമ്മളൊക്കെ ഈ വയത് കഴിഞ്ഞ് പോകുമ്പോൾ ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? ഈ വയസ്സുള്ള ഉപ്പായും ഉമ്മായും കൂടെ അലാറം വെച്ച് വാരി എഴുന്നേക്കും, ഇക്ക എഴുന്നേക്ക് പോണ്ടേന്ന്. ജീവിതത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. ഏത് പെണ്ണിന്? ഒരു ഭാര്യയ്ക്കും ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏത് ഭാര്യയ്ക്കും ഭർത്താവിനും? രാവിലെ സുബഹി നിസ്കരിക്കാതെ ഭർത്താവ് എഴുന്നേറ്റ് ഉളുവെടുക്കാൻ പോയി. ഭാര്യയെ വിളിച്ച് എഴുന്നേക്കാമിന. ആമിന അവിടെ തന്നെ കിടക്ക. ഉളുവെടുത്തിട്ട് തിരിച്ചു വരുമ്പോ ആ ഉളുവെടുത്ത വെള്ളം മുഖത്ത് നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട് എഴുന്നേക്കാമിന എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്ന ഭർത്താവിന്, നിസ്കരിക്കാതെ കിടക്കുന്ന ഭർത്താവിന്റെ മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് എഴുന്നേക്ക് നിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്നാ. അതുപോലെ ഒത്തൂല്ല. ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട്, ബ്ലോക്ക് വരും, അറ്റാക്ക് വരും, ചത്തുപോകും. രാവിലെ എഴുന്നേറ്റ് നടക്കണം. അപ്പൊ അലാറം വെക്കും. അപ്പൊ അലാറം വെച്ചിട്ട് വിളിക്കാം, എഴുന്നേക്ക് വയ്യ, എഴുന്നേക്ക് മനുഷ്യ, എഴുന്നേക്ക്. ഒറ്റയ്ക്ക് പോകണ്ടേ? ഞാനും വരാം. കയ്യിലൊരു കമ്പും പിടിച്ചിട്ടാ നടക്കണം. പട്ടി വന്നാ തല്ലാൻ. പട്ടി വന്ന തല്ലാൻ റോഡിൽ കൂടെ ഭാര്യയും ഭർത്താവും കൂടെ നടക്കാം. നിസ്കരിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ നീ എന്നെ രക്ഷപ്പെട്ടേനെ. അല്ല പറഞ്ഞു പോടാന്ന് നീ കേട്ടില്ല. ഇപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോൾ നിനക്ക് പേടി. ചങ്ങായി മരിക്കേണ്ട സമയം എപ്പോഴായാലും മരിക്കും. അതിന് ഒന്നും വേണമെന്നില്ല, അസുഖം വേണമെന്നൊന്നുമില്ല. മരിക്കേണ്ടവൻ എപ്പോഴും. 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞില്ലേ, ഈ പണ്ടുള്ള വാപ്പമാരൊക്കെ എത്ര കൊല്ലം ജീവിച്ച്? പണ്ടുള്ളവർ ചെരുപ്പിടാറില്ല. പണ്ടുള്ളവർ ചെരുപ്പില്ലാതെ നടക്കണമെന്നാണ് ഇപ്പം ഡോക്ടർമാർ പറയണേ. ഒരാൾ ചെരുപ്പില്ലാതെ നടന്നു കഴിഞ്ഞാൽ രക്തത്തിൻ്റെ സർക്കുലേഷൻ കറക്റ്റ് ആകുന്നു. ചെരുപ്പില്ലാതെ നടക്കണമെന്നാണ്. ചെരുപ്പില്ലാതെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ബ്ലഡ് ഓട്ടമൊക്കെ കറക്റ്റ് ആകും. ഇത് 1400 വർഷം മുമ്പ് മുത്തുനബി പറഞ്ഞതല്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞേ എന്താ? ഞാൻ പറഞ്ഞു വന്നേ, വിഷയം മാറിപ്പോ. എന്താപ്പോ പറഞ്ഞേ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നിസ്കരിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യ്. നിസ്കരിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമല്ല ഞാൻ പറഞ്ഞത്. അള്ളാഹു നാളെ അറശിന്റെ താഴ്ഭാഗത്ത് നിനക്കൊരു സ്ഥാനം തരും. എന്ത് ചെയ്താ? കരഞ്ഞാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോലീസ് പിടിക്കുമ്പോൾ കരയും, സാറേ സാറേ സാറേ. പഞ്ചായത്ത് ഓഫീസിൽ പോയി നിന്നിട്ട് സാറേ എവിടെല്ലാം പോയി നിന്ന് സാറ് വിളിച്ച് കരയുന്നു. അള്ളാടെ മുന്നിൽ കരയടാ. നട്ടല് നേരെ നിൽക്ക്. അള്ളാടെ മുമ്പിൽ കര. അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 3 ഞാൻ പറഞ്ഞു വന്നത് ജിഹാദ്. പള്ളിയിലേക്ക് പോയി നിസ്കരിക്കുന്നത് ജിഹാദാ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഒരു പെണ്ണ് പറയുന്നു വാ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പോടാന്ന് പറഞ്ഞിട്ട് പോകണം. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ തെറ്റിൽ നിന്ന് മാറുന്നത് ജിഹാദാ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ജിഹാദിന്റെ പ്രതിഫലം, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിന് 2 തുള്ളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഖത്റതാനി അഹബ്ബു ഇലല്ലാഹ്. 2 തുള്ളികൾ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ. ഒന്നാമത്തെ തുള്ളി ഏതെന്നറിയോ? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യമെത്യം ഭരിച്ച ശുഹദാക്കളുണ്ടല്ലോ. ആ അള്ളാഹുവേ, ശുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് താഴെ വീണ രക്തത്തുള്ളിയുണ്ടല്ലോ, അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു. ഏത് രക്തമെന്നറിയോ? അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു നാളെ രാവിലെ ഉഹദിന്റെ രണാങ്കണത്തിൽ പോകാനുള്ളതാ. രാത്രി വന്നിട്ട് കൂട്ടുകാരന്റെ വീട്ടിൽ വന്നു. കൂട്ടുകാരന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ബാ ഇങ്ങി ബാ, ഇറങ്ങി ബാ, അളിയ വാളിയ ഇങ്ങി വാളിയ എന്ന് പറഞ്ഞ് വിളിച്ചിറക്കി. ബാ, എന്നിട്ട് 2 പേരും കൂടെ പോവാ. 2 പേരും കൂടെ പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ഒളുവെടുക്കാൻ പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു ഒളുവെടുക്കാൻ പറഞ്ഞു. ഒളുവെടുത്തു. 2 പേരും കൂടെ പോയിട്ട് മുസല്ല വിരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനവറുകൾ പറയുക, ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യും, നീയും ചെയ്യണം. നീ ദുആ ചെയ്യുമ്പോൾ ഞാൻ ആമീൻ പറയും, ഞാൻ ദുആ ചെയ്യുമ്പോൾ നീ ആമീൻ പറയണം. ആത്മാർത്ഥമായിട്ട് വേണം പറയാൻ, നമ്മൾ കൂട്ടുകാരാ. അങ്ങനെ അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടുകാരനോട് പറഞ്ഞു, അളിയ നീ ദുആ ചെയ്. അപ്പോൾ ആ സഹാബി ദുആ ചെയ്തു, പടച്ചോനെ നാളെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുകയാ. അള്ളാഹുവേ, നല്ല ആരോഗ്യവാനായ ഒരു ശത്രുവിനെ എനിക്ക് തരണേ അല്ലാ. എനിക്കവനെ പരാജയപ്പെടുത്തണം, എനിക്കവനെ വധിക്കണം, എനിക്കവനെ കൊല്ലണം. അതുപോലെ പറയാ, പടച്ചവനെ ഇസ്ലാമിൻ്റെ ഒരു ശത്രു, നാളെ രണാങ്കണത്തിൽ ഒരു ശത്രുവിനെ എനിക്ക് കിട്ടണം, എനിക്കവനെ പരാജയപ്പെടുത്തണം, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു തആല ആമീൻ പറഞ്ഞു. ദുആ കഴിഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു, ഇനി ഞാൻ ചെയ്യും, നീ ആമീൻ പറയണം. എന്താ ചെയ്തതെന്നറിയോ? അള്ളാഹുവേ, നാളെ ഞാൻ യുദ്ധക്കളത്തിൽ പോകും, എനിക്ക് എന്നെക്കാളും ആരോഗ്യമുള്ള ക്രൂരനായ ഒരു എതിരാളിയെ തരണം. അള്ളാഹുവേ, എന്നെക്കാളും ആരോഗ്യമുള്ള ക്രൂരനായ ഒരു നല്ല യോദ്ധാവിനെ എനിക്ക് തരണം. റബ്ബേ, അവനെൻ്റെ കൈ വെട്ടിമുറിക്കണേ അല്ലാ, അവനെൻ്റെ കാല് വെട്ടിമുറിക്കണേ അല്ലാ. ഈ സഹാബി ദുആ ചെയ്യാ, അവൻ എൻ്റെ കൈ മുറിക്കണം, എൻ്റെ കാല് വെട്ടിമുറിക്കണം, എൻ്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കണം, അവൻ എൻ്റെ മൂക്ക് മുറിക്കണം പടച്ചോനെ, എൻ്റെ ചെവി മുറിക്കണം പടച്ചോനെ. ദുആ ചെയ്യാ. എന്നാലേക്ക് മഹാനവറുകൾ ദുആ ചെയ്യുമ്പോൾ സഹാബി ഇരുന്ന് ആമീൻ പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉഹദിൻ്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. ഈ സഹാബി ഓടുകയാണ് തൻ്റെ കൂട്ടുകാരൻ്റെ ദുആ അള്ളാഹു സ്വീകരിച്ചോ എന്നറിയാൻ. ഇന്നലെ രാത്രി ദുആ ചെയ്തില്ലേ, ഈ ദുആ സ്വീകരിച്ചോ എന്നറിയാൻ ഓടിച്ചെന്ന് നോക്കുമ്പോ പടച്ചവനെ ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ട് കയ്യും കാലും മുറിച്ചിട്ടുണ്ട്. ആ മരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കിടക്ക, തൂക്കിയിട്ടിരിക്കുക, തൻ്റെ മൂക്ക് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. ചരിത്രം പറയുക, മൂക്ക് മുറിച്ചിട്ട് ഇങ്ങനെ കെട്ടിത്തു. അപ്പൊ അവനാ ശത്രു അല്ലേ? അവിടെ നിന്ന് അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ പറയാ, റബ്ബ് നമ്മുടെ ദുആ സ്വീകരിച്ചിട്ടാ, റബ്ബ് നമ്മുടെ ദുആ സ്വീകരിച്ചു, നീ സാക്ഷിയാ. നാളെ അള്ളാഹുടെ മുന്നിൽ പോകുമ്പോൾ അള്ളാഹ് ചോദിക്കും, കയ്യെന്തേ? ദീനിന് വേണ്ടി കൊടുത്ത റബ്ബേ. കാലെന്തേ? ദീനിന് വേണ്ടി കൊടുത്ത റബ്ബേ. എൻ്റെ മൂക്കെന്തേ? ദീനിന് വേണ്ടി കൊടുത്ത റബ്ബേ. നീ സാക്ഷിയാ. എന്നിട്ടാ മഹാനവറുകൾ ഷഹീദായത്. ഞാൻ പറയുന്നത് ഇതാണ്, ഈ സഹാബത്ത്, ഈ ഷഹീദിന്റെ ശരീരത്തിൽ നിന്ന് വീടുന്ന തുള്ളി അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, രണ്ടാമത്തെ തുള്ളിയേതാ? പടച്ചവനേ, ബദരീങ്ങള് ബദറിന്റെ രണാങ്കണത്തില് പടച്ചവനെ ശത്രുക്കളോട് പോരാടി അവരുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തമുണ്ടല്ലോ, ആ രക്തത്തിനോടാണ് അള്ളാഹു രണ്ടാമത്തെ കാര്യത്തെ ഉപമിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഖത്റത്തു ദുമൂഇ മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന കണ്ണുനീരുണ്ടല്ലോ. പടച്ചവനെ ദുആ
ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരുണ്ടല്ലോ, അത് ശുഹദാക്കളുടെ രക്തത്തോടെയാണ് അല്ലാഹു ഉപമിച്ചത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ തുള്ളി ഏതാ? അല്ലാ പടച്ചവരെ, ദുആ ചെയ്യുന്ന സമയത്ത് കരയുന്ന കണ്ണുനീരാ. നിനക്കിതിനെക്കാളും എന്ത് പ്രതിഫലമാ വേണ്ടത്? നിനക്കിതിനെക്കാളും എന്ത് പ്രതിഫലമാ വേണ്ടത്? നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരിനെ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അത് നിന്നെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടല്ല, നിനക്ക് നഷ്ടങ്ങൾ വരുത്തിയിട്ടല്ല. എന്തിനാ കരയേണ്ടതെന്നറിയോ? പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. കരയണം ചെറുപ്പക്കാരാ, കരയണം ചെറുപ്പക്കാരാ. ഉപ്പമാരോട് ഉമ്മമാരോട് പറയുകയാ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളിത് പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹു ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ. നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ചില വാപ്പയും ചില ഉമ്മയും തൻ്റെ മക്കളുമായിട്ട് ചാരുകസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആടൂന്ന. സ്വർഗത്തിൽ ഇങ്ങനെ ഇരുന്ന് ആടും. അപ്പൊ പലരും ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയായി പ്രതിഫലം കിട്ടിയേ? നിങ്ങൾക്ക് എങ്ങനെയാ ഈ പ്രതിഫലം കിട്ടിയത്? നിങ്ങൾ ചിന്തിക്ക്. പണ്ട് ഉസ്താദന്മാരല്ല ദുആ ചെയ്യേണ്ടത്. പണ്ട് നമ്മുടെ വീടുകളിൽ വാപ്പ ദുആ ചെയ്യും. എല്ലാവരെയും വിളിച്ച് വ്യാഴാഴ്ച രാവിലൊക്കെ വിളിച്ചിരുത്തിയിട്ട് യാസീൻ ഓതിപ്പിക്കും. എല്ലാവരും കൂടെ ഇരുന്ന് യാസീൻ ഓതിയിട്ട് ഉപ്പ ദുആ ചെയ്യും. നമ്മൾ പുറകെ ഇരുന്ന് ആമീൻ പറയും, കരയും. വാപ്പ കരയുന്നത് മക്കൾ കാണും, ഉമ്മ കരയുന്നത് മക്കൾ കാണും. മക്കളും മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് കരയും. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് സീരിയൽ കണ്ടിട്ടാ കരയണേ, കുടുംബസമേതം. അത് വേറെ. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ടുള്ളവർ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ നേരെയായ. നമ്മൾ ഇന്നോ മക്കള്, നമ്മളിതൊക്കെ നമ്മുടെ മക്കൾ കാണണം. നമ്മൾ നന്മ ചെയ്യുന്നത് നമ്മുടെ മക്കൾ കാണണം. കണ്ടിട്ടല്ലേ വളരണ്ടേ? ഈ സദസ്സിലിരിക്കണവർ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ മനസ്സിലാക്കി. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പഠിച്ചവനെ സ്വന്തം അച്ഛനെ അമ്മയെയും ഒരു മോൻ കയറി വെട്ടിക്കൊന്നത് കണ്ടോ? ഇപ്പോൾ ഒരു വെട്ടൊന്നുമല്ല, വെട്ടുകൂടണമെന്നാ. 30-33 വെട്ട് തൻ്റെ ജന്മം കൊടുത്ത അമ്മയെ കയറിയിട്ട് വെട്ടി കൊല്ലുക. അടുത്ത റൂമിൽ കിടന്ന് അച്ഛൻ കരഞ്ഞ പൊളിച്ചു പോയിപ്പോൾ ഓടിപ്പോയിട്ട് അച്ഛനെയും വെട്ടി നുറുക്കി. കീടനാശിനി എടുത്തുകൊണ്ട് വന്ന് ഒഴിച്ചു. വെട്ടി നുറുക്കിയിട്ട് മരണത്തോട് മല്ലടിക്കുന്ന അവരുടെ പച്ച ഇറച്ചിക്കകത്ത് കീടനാശിനി എടുത്ത് ഒഴിക്കുക. മക്കളെ, ഒരുത്തൻ തൻ്റെ അമ്മയെ എടുത്തിട്ട് ഇടിക്കണ ഇടി യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾ ചിന്തിക്ക്. ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയി കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഉപ്പുപ്പാനെയും ഉമ്മുമ്മാനെയും ബാത്റൂമിൽ പൂട്ടിയിട്ടാ പോയെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. നമ്മുടെ വീട്ടിലും ഉണ്ട്, നമ്മുടെ വീട്ടിലും ഉണ്ട്. നിങ്ങൾ വിചാരിക്കണം, നിന്ന് ഇപ്പം പണ്ടൊക്കെ കള്ളു കുടിച്ച മണമുണ്ട്. ഇപ്പം കഞ്ചാവായതുകൊണ്ടൊന്നുമില്ല, ഇപ്പം മണമൊന്നുമില്ല. ഇങ്ങനെ ആടി ആടി കയറി വരും, അങ്ങോട്ട് കിടക്കും. അതാ നമ്മുടെ മക്കളുടെ അവസ്ഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതൊക്കെ ഇന്ന് നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കല്ലേ. എന്തുവാ ഈ ചെറുപ്പക്കാരിങ്ങനെ? ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അവസ്ഥ. മക്കളെയൊക്കെ നമ്മൾ വളർത്തേണ്ടത് നല്ലതുപോലെ. അതെങ്ങനെ മക്കളോട് പറഞ്ഞു കൊടുക്കണേ? മക്കളോട് പറയുന്നതറിയോ? ചെറിയ കുട്ടികളോട് ഉമ്മ പറഞ്ഞു കൊടുക്കണ, മോനെ നല്ല പഠിക്കണം, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല ഭാവി ഉണ്ടാകണം. പൈസ ഉണ്ടാലേ ജീവിക്കാൻ പറ്റൂ. ആരാ പറഞ്ഞു കൊടുക്കണം? ഉമ്മ. ഉമ്മ തൻ്റെ ചെറിയ മകനോട് പറഞ്ഞു കൊടുക്കുകയാ, പൈസ ഉണ്ടെങ്കിലേ ഈ ദുനിയാവി ജീവിക്കാൻ പറ്റൂന്ന്. പിന്നെ അവൻ കഞ്ചാവ് കച്ചവടത്തിലല്ല, പിന്നെ എന്ത് കച്ചവടത്തിന് പോകണം? നിന്റെ മകന്റെ ഹൃദയത്തിൻ്റെ അകത്ത് പണത്തിനോടുള്ള ആർത്തി കുത്തിവെച്ചു കൊടുത്തത് മാതാപിതാക്കൾ തന്നെയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കുമാറാകട്ടെ.
ഞാൻ പറഞ്ഞു വന്നത്, ചില മക്കൾ അങ്ങനെ, ചില മക്കളുടെ ചരിത്രം എന്തേ വായിക്കാത്തെ? നിങ്ങൾ ചരിത്രം എടുത്തു നോക്കൂ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്സലാം, ഇബ്രാഹിം നബി അലിഹിസ്സലാം 11 വയസ്സുള്ള തൻ്റെ മകൻ്റെ അടുക്കൽ വന്നു. അതാ വാപ്പയും മക്കൾ എന്ന് പഠിക്കേണ്ടത്. ഇബ്രാഹിം നബി അലിഹിസ്സലാം ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ കുട്ടി തൻ്റെ പൊന്നുമകൻ വാപ്പാനെ കാണാതിരുന്നിട്ട് കണ്ട സന്തോഷം. ഉപ്പ മോൻ്റെ അടുക്ക പോയിട്ട് ചോദിച്ചു, മോനെ, വാപ്പ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു, മോനെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുകയാ, എൻ്റെ മോൻ്റെ അഭിപ്രായം എന്താ? 11 വയസ്സുകാരനോട് ഒരു വാപ്പ അഭിപ്രായം ചോദിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഇന്ന് 45 ഉള്ളവനോട് ചോദിക്കത്തില്ലല്ലോ. 11 വയസ്സുകാരനോട് അഭിപ്രായം ചോദിച്ചപ്പോ ആ മകന്റെ മറുപടി കേട്ടിട്ട് ഇബ്രാഹിം നബിയുടെ കണ്ണ് തള്ളിപ്പോയി. അത്ഭുതം. ചരിത്രം പറയുകയാ, ഇബ്രാഹിം നബി ചോദിച്ചു, മോനെ, നിന്നെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താ? ഇഫ്അൽ മാ തുഉമർ സതജുദ്നി ഇൻഷാ അല്ലാഹ്. അതാ മക്കള്, അതാണ് മക്കള്. വാപ്പ അല്ല പറയുന്നത് അനുസരിക്ക്. അറുത്തു കൊടുക്കാൻ പറഞ്ഞാൽ അറുത്തു കൊടുക്കണം. നിങ്ങൾ നോക്ക്, ഇസ്മായിൽ നബി അറക്കാൻ വേണ്ടി ഇബ്രാഹിം നബി കൊണ്ടുപോകുമ്പോൾ ഇസ്മായിൽ നബി വാപ്പാനോട് പറയുക, അറക്കണ സമയത്ത് തല തിരിച്ചു വെച്ചിട്ട് അറക്കണം കേട്ടോ. വാപ്പ അറക്കണ സമയത്ത് തല തിരിച്ചു വെച്ചിട്ട് അറക്കണം. അതെന്തേടാ? ഉപ്പായിക്ക് എൻ്റെ മുഖം കണ്ട അറക്കാൻ പറ്റൂല. ഉപ്പായിക്ക് എന്നോട് സ്നേഹമല്ലേ, എൻ്റെ മുഖം കണ്ട വാപ്പാൻ അറക്കാൻ പറ്റൂല. അതുകൊണ്ട് തല തിരിച്ചു വെക്കണം. മോൻ തന്നെ വാപ്പാനോട് പറയുന്ന കയ്യും കാലും കെട്ടണേ, എൻ്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് വേണം അറക്കാൻ. അതെന്തേ മോനെ? ഉപ്പ അറക്കുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ കൈകാലിട്ടടിച്ച ഉപ്പാടെ കൈ വിറയ്ക്കും. ഉപ്പാ, ഈ വസ്ത്രം ഊരണം കേട്ടാ, ഈ പുതിയ ഉടുപ്പ് ഊരണം. അതെന്തേ മോനെ? ഉമ്മ കുളിപ്പിച്ചിട്ടതല്ലേ, ഇതിനകത്ത് എൻ്റെ രക്തം പറ്റിയ ഉമ്മയ്ക്ക് സഹിക്കൂലല്ലോ, അതുകൊണ്ട് ഉടുപ്പ് ഊരിയിട്ടിട്ട് വേണം അറക്കാൻ. 4മതായിട്ട് ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയോട് പറയുന്നു, വാപ്പ തിരിച്ചു പോകുമ്പോൾ ഉമ്മ ചോദിക്കും, ഞാൻ എന്തേന്ന്? എന്നെ കുളിപ്പിച്ചൊരുക്കി വിട്ട് എൻ്റെ ഉമ്മ ഹാജറ ബീബി റളിയല്ലാഹു തആല ചോദിക്കും, ഞാൻ എന്തേന്ന്? സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറയണം. ഞാൻ സലാം പറഞ്ഞെന്ന് പറഞ്ഞേക്കാൻ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ തെരുമാറാകട്ടെ. പള്ളിയുടെ മുന്നിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വീടി വലിക്കുക. പള്ളിയുടെ മുമ്പിൽ നിന്ന് പരസ്യമായിട്ട് വീടി വലിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ മോൻ പള്ളിയുടെ മുന്നിൽ നിന്ന് വീടി വലിക്കുന്നുണ്ട്, അവനോടൊന്ന് പറയണം മാറി നിന്ന് വലിക്കാൻ. പള്ളിയുടെ മുമ്പിൽ നിന്ന് ഇത്ര പരസ്യമായിട്ട് വീടി വലിക്കരുത്, അവനെ നിങ്ങളൊന്ന് ഉപദേശിക്കണം. വാപ്പാനോട് പറയണേ, അവനെ നിങ്ങളൊന്ന് ഉപദേശിക്കണം, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നൊന്ന് വലിക്കാൻ. അപ്പൊ ഈ വാപ്പ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിങ്ങൾ അവനോട് പറ, എൻ്റെ മുന്നിൽ ഇരുന്ന് വലിക്കല്ലേ എന്ന്. അവൻ വാപ്പാടെ മുമ്പിൽ ഇരുന്ന് വീടി വലിക്കുന്നവനാ. ഇതാ ഇന്നത്തെ അവസ്ഥ. ചില മക്കൾ അങ്ങനെ. മഹാനായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ടത്, പണ്ടുള്ള കുട്ടികൾ അങ്ങനെ ആയിരുന്നു. മാതാപിതാക്കളെ കണ്ടാ പഠിപ്പിക്കണേ. ഇന്ന് ഇരിക്കണ വാപ്പായ്ക്ക് മോൻ്റെ അടുക്ക പോയിട്ട് പള്ളിയിൽ പോടാ എന്ന് പറയാനുള്ള അധികാരമില്ല. ഈ ഇരിക്കണ ഉപ്പമാർക്ക് വീട്ടിൽ ചെന്നിട്ട് മക്കളോട്, കൊച്ചുമക്കളോട് പള്ളിയിൽ പോടാ എന്ന് പറയാൻ അധികാരമില്ല. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. അങ്ങനല്ലേ? അങ്ങനാണോ? പറ മനുഷ്യന്മാരങ്ങനാണോ? നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്കിക്കേ. ഒന്ന് പൊക്കറോ, കണ്ടിട്ട് മരിക്കാനുള്ള കൊതിയുണ്ടാ? അള്ളാഹു ഈ കൈവക്കിയവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഈ കൈവക്കാത്തവരുടെ മക്കൾ 5 നേരം നിസ്കരിക്കുന്നവരാണോ? അല്ല. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കളോട് നിസ്കരിക്കാൻ പോകാൻ പറയുമ്പോൾ മക്കൾ പറയും, ആദ്യം വാപ്പ ഒന്ന് പോ പള്ളിയിൽ, നിങ്ങളൊന്ന് പോയി കാണീരാദ്യം. അതാ ഞാൻ പറഞ്ഞു വന്നത്. മക്കളെ വളർത്തേണ്ടത് അങ്ങനെയാ. ഇബ്രാഹിം നബി എങ്ങനെയാ ഇസ്മായിൽ നബിയെ വളർത്തിയത്? മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയോ? യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്. പിതാവ് നോക്കുമ്പോൾ പ്രായമായ കാലത്തൊരു മോനെ കിട്ടണേ. തൻ്റെ മോനെ കാണുന്നില്ല ഒരു രാത്രി. തൻ്റെ പൊന്നുമകനെ ഒരു രാത്രി കാണുന്നില്ല. അള്ളാഹുവെ, മകനെ തെരഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നിട്ട് ഉപ്പ തൻ്റെ മോനെ കാണുന്നില്ല. അവസാനം ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ദുആ ചെയ്തു, അല്ലാ, വയസ്സാം കാലത്ത് കിട്ടിയതാ അല്ലാ എൻ്റെ മോനെ, എനിക്ക് വേണം പടച്ചവനെ, എനിക്ക് ഓനെ തിരിച്ചു തരണം പടച്ചവനെ. അവസാനം ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ നിന്ന് ദുആ ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോ ഒരു തേങ്ങല് കേൾക്കുകയാ. അല്ലാഹുവേ പടച്ചവനെ, കരച്ചിൽ കേൾക്കണ ഭാഗത്തേക്ക് ചെന്നപ്പോ പള്ളിപ്പറമ്പിലെ ഒരു കബറിനകത്തിരുന്ന കരയണേ. വാപ്പ ചെന്ന് നോക്കുമ്പോ തൻ്റെ പൊന്നുമകൻ യഹ്യാ നബി അലൈഹിസ്സലാം കബറിനകത്തിരുന്ന് കരയാ. വാപ്പച്ചി ചോദിച്ചു, എന്തിനാ മോനെ ഇവിടെ ഇരുന്ന് കരയണേ? ഇവിടെ വന്ന് കിടക്കേണ്ടതല്ലേ വാപ്പ?
55 വയസ്സുകാരനല്ല, 11 വയസ്സിന്റെ താഴെ പ്രായമുള്ള യഹിയാ നബി അലൈഹിസ്സലാം ഖബറിനകത്തിരുന്ന് കരഞ്ഞിട്ട് പറയണ, എന്തിനാ ഉമ്മനെ കരയണേ, ഇതിനകത്ത് വന്ന് ഖബറ് കുഴിക്കണവനാ ബോധമില്ലല്ലോ. നമുക്കൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയാ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കണ്ണുനീർ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കണ്ണുനീർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട 2 തുള്ളികളുണ്ട്. ആ 2 തുള്ളികളിൽ രണ്ടാമത്തെ തുള്ളി ഏതെന്നറിയുമോ? അത് അല്ലാഹുവേ, അത് നീ കരഞ്ഞ കണ്ണുനീരാ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, അല്ലാഹുവിന്റെ ശിക്ഷകളെ ഓർത്തിട്ട് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീര് അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്. അത് ശുഹദാഇന്റെ രക്തത്തോട് ഉപമിക്കുകയാണ്. അത് ശുഹദാഇന്റെ രക്തത്തോളം ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ. സയ്യിദ് ശുഹദാഇ ഹംസ തന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, തന്റെ കരളം കൂമ്പും വരെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത ഹംസ റളിയല്ലാഹു തആല അൻഹു, ആ ശുഹദാക്കളുടെ രക്തത്തോടാണ് അല്ലാഹു ഉപമിച്ചത്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയുക, അത് എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല, അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് കൈയുയർത്താൻ പറഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന ആയിരക്കണക്കിന് പേരിൽ ചിലര് മാത്രമേ പൊക്കിയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവേ, നിങ്ങൾക്ക് റബ്ബ് തരുന്ന 3ാമത്തെ പ്രതിഫലമെന്തേ? റസൂലുള്ളാഹി പറയുകയാണ്, ശുഹദാഇന്റെ രക്തത്തോളം നിന്റെ കണ്ണുനീരിന് മഹത്വമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 4ാമത്തെ കാര്യമെന്താ? 4ാമത്തെ കാര്യമെന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എത്ര മണി വരെ? 9:15. ഒരു 10 മിനിറ്റ്, ഒരു കുറച്ചേരം കൂടി ഇരുന്നൂടെ? 10 മണി 9:30 നിർത്തണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പം ചവിട്ടിയാലേ 9:30 നിൽക്കും. അഥവാ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കുറച്ചേരം കൂടി ഇരിക്കുമോ? പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്ക്. ഇവിടെ പിരിവില്ലേ ഉസ്താദേ? പിരിവൊന്നുമില്ലേ? രക്ഷപ്പെട്ടുപ്പാ, രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ. കുറേ നാളുകൾക്ക് ശേഷമാണ് പിരിവില്ലാത്തൊരു വയത്, പിരിവില്ലാത്ത ഒരു വയത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ്. എവിടെയോ 2 സ്ഥലത്ത് മാത്രമേ പിരിവില്ലാത്ത വയതുള്ളൂ. ഒന്ന് ഞങ്ങളുടെ നാട്ടിൽ കടുവാപ്പള്ളി എന്ന് പറയും, അവിടെ പിരിവില്ല. പിന്നെ വേറെ എവിടെയോ പോയപ്പോൾ സാധാരണ വഴുതിന് പോകുമ്പോൾ പിരിവിൻ്റെ കാര്യം പറയാറുണ്ട്. അതൊരു നല്ലതാ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 4ാമത്തെ കാര്യം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നി റഅയ്തുൽ ബാരിഹ. അല്ലാഹുവിന്റെ പ്രവാചകൻ പെടുന്നു പറയുകയാ, കരയാൻ പറയുമ്പോ മടി കാണിക്കുന്നവരെ, മനസ്സില്ലാത്തവരെ, നീ നിന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിന്റെ വില നിനക്കറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെ നിന്നൊരു സംഭവം വിവരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്നൊരു രംഗം ഇങ്ങനെ വിവരിക്കുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു മനുഷ്യനെ കൊണ്ടുപോവുകയാ. റഅയ്തു റജുലൻ മിൻ ഉമ്മതി ഖദ് ഉൽഖിയ ഫിന്നാർ. നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി എന്റെ ഉമ്മത്തിലെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോവുകയാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയാ മലക്കുകൾ കൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ സഹായിക്കാനുള്ളത്? ആരാണ് രക്ഷപ്പെടുത്താനുള്ളത്? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ആരാ ഉള്ളത്? ആയിഷ ബീബി റളിയല്ലാഹു തആല ഒരിക്കൽ വീടിനകത്ത് കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിൽ ഇരുന്ന് നരകത്തെ കുറിച്ച് പറഞ്ഞിട്ട് പ്രസംഗിക്കുകയാണ്. വീട്ടിലേക്ക് ചെന്നപ്പോ ആയിഷ ബീബി കരഞ്ഞ് തളർന്നു കിടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തു ചെന്നു. ആയിഷ ബീബിയുടെ തലയെടുത്തു മടിയിൽ വെച്ചു.
എന്നിട്ട് കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ്. എന്തു പറ്റി ആയിഷ? നരകത്തെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോ, പരലോകത്തെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോ കരഞ്ഞതാ നബിയേ, പേടിച്ചിട്ട് കരഞ്ഞതാ നബിയേ. കരയുന്ന ഭാര്യയുടെ കണ്ണുനീർ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് തുടച്ചു കൊടുക്കുകയാണ്. നബിയേ, എന്നോട് സ്നേഹമുണ്ടോ നബിയേ? ആയിഷ ബീവി ചോദിച്ച്, എന്നോട് സ്നേഹമുണ്ടോ നബിയേ? എനിക്ക് വല്ലാത്ത സ്നേഹമായിഷ. ആയിഷ തളർന്നു കിടക്കുകയാണ്. കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യ ഒന്ന് ചിരിപ്പിക്കാൻ കണ്ണുനീര് തുടച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ, വല്ലാത്ത സ്നേഹമായിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെ നിന്ന് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, നാളെ പരലോകത്ത് കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം എന്നോട് കാണുമോ നബിയേ? ഈ സ്നേഹം എന്നോട് കാണുമോ നബിയേ? എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകുവോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി പറയുകയാണ്, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരുമ്പോ ഈ സ്നേഹം എന്നോട് കാണിക്കുവോ? എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവോ? റസൂലുള്ള കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് വാടി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് വാടി. എന്നിട്ട് പ്രവാചകൻ കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ആയിഷ, സലാസത്തുന് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട് ആയിഷ. 3 സ്ഥലങ്ങൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിലുണ്ട്. ലാ യദ്കുറു അഹദുൻ അഹദാ. ആ 3 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന് ചെന്നു കഴിഞ്ഞാൽ അവനെ മറ്റൊരാളും സഹായിക്കില്ല ആയിഷ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു ചെന്നാൽ പിന്നെ ആരുമില്ലല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിന്റെ മാതാപിതാക്കളോ, നിന്റെ ഭാര്യയോ, നിന്റെ മക്കളോ, നിന്റെ കൂടപ്പറപ്പോ, നിന്റെ കുടുംബക്കാരോ കണ്ട പരിചയം കാണിക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സ്നേഹിച്ച് കൊണ്ടു നടക്കുന്ന മക്കള് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് അല്ലാഹുവിന്റെ ഭയാനകമായ അദാബ് കൊണ്ട് നിറച്ച നരകത്തെ കൊണ്ടുവരുന്നത് കാണുമ്പോ മക്കള് പറയുന്നു, അല്ലാ, എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്കിതാ അല്ലാ, എന്റെ ഉപ്പയുടെ നന്മ എടുത്ത് എനിക്കിതാ റബ്ബേ, എന്റെ പാപം എന്റെ ഉപ്പയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ ഉപ്പാനെ നരകത്തിൽ വലിച്ചെറിഞ്ഞോ, എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന് മക്കള് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച നിന്റെ പൊന്നാര മക്കള് നാളെ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ, എന്റെ ഉമ്മാനവൊന്നും മലത്തിക്കടത്തിത്താ അല്ലാ, എന്റെ ഉമ്മാനവൊന്നും മലത്തിക്കടത്തിത്താ അല്ലാ, എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മാടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ റബ്ബേ എന്നും മക്കള് പറയുന്ന ഒരു ദിനം വരാനുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. അവിടെ ചെന്നാ ഒരാളും ഒരാളെ സഹായിക്കില്ല. അങ്ങനത്തെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുകയാണ്. കൈപൊക്കിയവർക്ക് കിട്ടുന്ന പ്രതിഫലം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. കൈപൊക്കാൻ മടിച്ചവരെ നീ കരയും സഹോദരാ. നിന്നെ കൊണ്ട് പടച്ചവനെ ചെയ്തില്ലല്ലോ എന്ന് നിനക്ക് സങ്കടം വരുന്ന രംഗമാണ്. നാളെ നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ഒരാളും നിന്നെ സഹായിക്കാനില്ലാതെ അല്ലാഹു പറയുന്നു, ഖുദൂ ഫഉല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ. റബ്ബേ, നരകത്തിന്റെ മലക്കുകൾ കടന്നു വരികയാണ്, കൊണ്ടുപോവുകയാണ്. നരകത്തിന്റെ മലക്കുകൾ കടന്നു
കടന്നു വന്നിട്ട് ചങ്ങലയിൽ കെട്ടിയിട്ട് നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാ. അല്ലാഹുവിന്റെ നരകത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോ റസൂലുള്ളാഹ് പറയുകയാ, റഅയ്തു റജുലൻ മിൻ ഉമ്മത്തി ഖദ് ഉൽഖിയ ഫിന്നാർ. നരകത്തിലേക്ക് നിന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അതാ വരികയാ, ഫജാഅത്ത് ദംഅത്തുൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നീ കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, നീ കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, നീ കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ദുആ ചെയ്യുന്ന സമയത്ത് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരിങ്ങനെ ഇറങ്ങി വരികയാ. എങ്ങനെ കരഞ്ഞ കണ്ണുനീരെന്നറിയോ? എങ്ങനെ കരഞ്ഞ കണ്ണുനീരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യുന്ന സമയത്ത് നരകത്തിന്റെ തീയെക്കുറിച്ച് പറഞ്ഞപ്പോ, ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോ, മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് പറഞ്ഞപ്പോ കരഞ്ഞില്ല സഹോദരാ, കരഞ്ഞില്ല സഹോദരാ. ഇങ്ങനെ ദുആ ചെയ്യുന്ന സമയം നിന്റെ കണ്ണൊന്ന് നനഞ്ഞു, നിന്റെ കണ്ണൊന്ന് നനഞ്ഞു. ആ കണ്ണുനീര് കൊണ്ട് നിന്റെ കൺപീലിയിൽ ഒരേ ഒരു രോമം നനഞ്ഞു, ഒരേ ഒരു രോമം നനഞ്ഞു. ചരിത്രം രണ്ടെണ്ണമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു കണ്ണുനീര്, ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണ, ഈ കണ്ണുനീർ അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ ഈ കണ്ണുനീര് നാളെ പരലോകത്ത് കടന്നു വരികയാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന നിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. ഫജാഅത്ത് ദംഅത്തുൻ. അല്ലാഹുവേ വഅഹദ ബിയദിഹി അഖിലിൽ ജന്നാ. നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന നിന്റെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന നിന്റെ കയ്യിൽ കയറി പിടിക്കുകയാ. ആരാ പിടിക്കുന്നത്? ഉപ്പയല്ല, ഉമ്മയല്ല, ഭാര്യയല്ല, മക്കളല്ല, കൂടപ്പുറപ്പല്ല, കുടുംബക്കാരല്ല, കൂട്ടുകാരല്ല. ദുആ ചെയ്യുന്ന സമയത്ത് നിന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീരുണ്ടല്ലോ, അത് നിന്റെ കയ്യിൽ പിടിക്കുകയാ. ഇല്ല റബ്ബേ, ഇല്ല റബ്ബേ, വിടില്ല റബ്ബേ, ഇവനെ നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നിന്റെ കണ്ണിൽ നിന്ന് വീടുന്ന ഒരു കണ്ണുനീര് മതി, ഒരു തുള്ളി കണ്ണുനീര് മതി. നാളെ നിന്നെ ആരൊക്കെ മറന്നാൽ, നിന്റെ ഉപ്പ മറന്നാൽ, നിന്റെ ഉമ്മ മറന്നാൽ, നിന്റെ മക്കള് മറന്നാൽ, നിന്റെ കൂടെ കിടന്നവർ മറന്നാൽ, ആ കണ്ണുനീരും മറക്കൂല. അതുകൊണ്ടാ റസൂലുള്ളാഹി കരഞ്ഞത്, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഒറ്റായത്ത് കേട്ടപ്പോ, സൂറത്തുൽ ആലി ഇംറാനിലെ ഒരായത്ത് കേട്ടപ്പോ, നാളെ ഓരോ പ്രവാചകന്മാരെയും അവരുടെ സമുദായത്തിന്റെ സാക്ഷിയായി കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ റസൂലുള്ളാഹി കരഞ്ഞത് അതുകൊണ്ടാ. മുത്തുനബിയുടെ മുടി നരച്ചു പോയത് ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോഴാ. മുൻഗാമികൾ അബൂബക്കർ തങ്ങള് അവിടെ നിന്ന് പറഞ്ഞല്ലോ, അല്ലാ ഒരു പുല്ലായാ മതിയായിരുന്നു റബ്ബേ, ഒരു പുല്ലായാ മതിയായിരുന്നു റബ്ബേ എന്ന് കരഞ്ഞത് പരലോകത്തെ കുറിച്ച് ഓർത്തിട്ടാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ആരും കാണാതെ വീടിനകത്ത് കയറിയിരുന്നിട്ട് പാതിരാത്രിയിൽ ചാട്ടവാറ് കൊണ്ട് തന്റെ ശരീരത്തിലേക്ക് തല്ലുകയാ. ഹസിബൂ ഖബില അൻ തുഹാസബൂ. അല്ലാഹുവേ നീ അങ്ങനെ ചെയ്തല്ലോ, നീ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ തങ്ങളെ ചാട്ടവാറ് കൊണ്ട് തല്ലുകയാണ്. ഉമർ തങ്ങളുടെ ജനാസ കണ്ടപ്പോ, ജനാസ പൊതിയുന്നവര് കണ്ടു, ചാട്ടവാറ് കൊണ്ട് തല്ലിയതിന്റെ അടയാളമുണ്ടായിരുന്നു. ഉമർ തങ്ങളുടെ മുഖത്തിങ്ങനെ അടയാളമുണ്ടായിരുന്നു, കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊഴുകിയതിന്റെ അടയാളം, പാടുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കും.
പഠിപ്പിക്കുകയാ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ ഖബർ കണ്ടാ കരയുകയാ. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. കാരണമെന്ത്? സഹാബത്ത് പോലും ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ കരയാനുള്ള കാരണമെന്താ? വേറെ എന്തു പറഞ്ഞാലും ഇങ്ങനെ കരയാറില്ലല്ലോ, എന്തിനാ ഖബർ കാണുമ്പോ ഇങ്ങനെ കരയുന്നത്? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. അല്ലാഹുവേ, ഖബറിനെ കുറിച്ച് പറയുമ്പോഴേ പേടിക്കണം സഹോദരാ. ഖബർ കണ്ടാ കരയടേ. ഇന്ന് വയതിന് വന്നവരധികം പേരും ഖബർ കണ്ടിട്ട് വന്നവരല്ലേ. ഞാനും ഖബറിന്റെ ചാരത്ത്, ഉസ്താദിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ടാ കടന്നു വരുന്നത്. നമുക്ക് പേടിയില്ലല്ലോ, നമ്മളും ഇതുപോലെ പോയി കിടക്കേണ്ടവരല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അബൂദർ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. പലരും പറയും, ഉസ്താദേ എനിക്ക് നന്നാകണം പറ്റുന്നില്ല. പൈസ വേണ്ടടാ ചെറുപ്പക്കാരാ. കള്ളുകുടി മാറണമെങ്കിൽ ഡോക്ടറെ കാണണ്ട, കഞ്ചാവടിക്കുന്നത് മാറണമെങ്കിൽ ഡോക്ടറെ കാണണ്ട. നിന്റെ അഹങ്കാരം മാറണോ, നിന്റെ ധിക്കാരം മാറണോ, നിന്റെ എല്ലാ ദുശീലങ്ങളും മാറണോ? പ്രായമായിട്ട് പോലും നന്നാകാത്ത വാപ്പയോട് പൈസ മുടക്കാതെ കഷ്ടപ്പെടാതെ നന്നാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാ വാപ്പാ. സീരിയൽ കണ്ട് കരയുന്ന ഉമ്മയോട് നിർത്തണം ഉസ്താദേ, ആഗ്രഹമുണ്ട്, എനിക്ക് പറ്റുന്നില്ലെന്ന് പറയുന്ന ഉമ്മയോട് പറ്റുന്ന ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നന്നാകണം നബിയേ, എനിക്കൊരു വഴി പറഞ്ഞു തരുമോ? ആരാ അബൂദർ? കള്ളുകുടിയനല്ല. അബൂദർ ആരെന്നറിയോ? റസൂലുള്ളാഹി തങ്ങളോട് വന്നിട്ട് നന്നാകാൻ വഴി ചോദിക്കുന്ന അബൂദർ ആരാ? സാധാരണ സഹാബിയല്ല. അള്ളാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാമും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുത്തുനബിയുടെ മുന്നിൽ ജിബ്രീൽ വന്നിരിപ്പുണ്ട്. രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ വഴിയിലൂടെ നടന്നുപോയി. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? റസൂലുള്ള ചോദിച്ചു, ജിബ്രീലേ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാ നബിയേ, അത് അബൂദറിനെ എനിക്കറിയാ നബിയേ. ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബഉ ഫിൽ അർശറു ഫിൽ അർദ്. 7 ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും അവന്റെ പേര് പറയും. 7 ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ ഈ പാവപ്പെട്ട അബൂദറിനെ അറിയാ നബിയേ. മലക്കുകൾക്ക് പോലും പരിചയമുള്ള സഹാബി, ഈ സഹാബിയാണ് ചോദിക്കുന്നത്, നബിയേ, എനിക്ക് നന്നാകണം നബിയേ, ഒരു വഴി പറഞ്ഞു തരുവോ? അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങൾക്കാർക്കെങ്കിലും നന്നാകണോ? എന്തിനാ 2 മണിക്കൂറത്തെ വയലെന്തിനാ? 5 മിനിറ്റ് മതി മനുഷ്യ. ഇന്ന് നീ ഇവിടെ നിന്ന് നിന്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ പോകട്ടെ, രാത്രി നിനക്ക് പേടിയാണല്ലോ. നാളെ പടച്ച റബ്ബേ, നാളെ ഒരു 10 മണിയാകുമ്പോ നിങ്ങൾ ഈ പള്ളിയിൽ വരണം. നാളെ 10 മണിക്ക് നിന്റെ നാട്ടിലെ ഖബറടക്കുന്ന പള്ളിയിൽ പോകണം. എന്നിട്ട് ആരുമില്ലാത്ത സമയത്ത് ആ പള്ളിപ്പറമ്പിൽ നിനക്കൊന്ന് പോകാൻ പറ്റുമോ? പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോകെ. ഏത് നന്നാകാത്തവനും നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ പള്ളിപ്പറമ്പിൽ എവിടെയെങ്കിലും ഖബർ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് അടുത്ത് പോകെ, ഒറ്റയ്ക്ക് നീ ഒന്ന് പോകെ. ആർക്കെങ്കിലും വേണ്ടി കുഴിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങടാ ചെറുപ്പക്കാരാ.
ഇറങ്ങാൻ പറ്റുമെങ്കിൽ നീ ആ ഖബറിനകത്തൊന്നിറങ്ങ്. ഖബറിന്റെ ആഴമ് സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കൊണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. പോയിട്ട് പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് ഇറങ്ങാൻ ധൈര്യമുണ്ടെങ്കിൽ അതിനകത്തൊന്നിറങ്ങ്, അതിനകത്തൊന്നിരിക്ക്. ഇല്ലെങ്കിൽ അതിന്റെ ചാരത്ത് പോയിട്ടൊന്ന് നിൽക്ക്. നിന്റെ മുട്ടിടിക്കൂടാ. എത്ര വലിയ പേടിയില്ലാത്തവനാണെങ്കിലും നാളെ 10 മണിക്ക് പകലല്ലേ ഈ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയി നിന്നാ നിന്റെ അഹങ്കാരം മാറും. ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി പറഞ്ഞതാ, അള്ളാന്റെ റസൂല് പറഞ്ഞതാ. പെങ്ങളെ, ഉസ്താദേ പള്ളിപ്പറമ്പിൽ വരാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് പേടിക്കണ്ട. മരിച്ച വീട്ടിൽ പോകണം, മരിച്ച വീട്ടിൽ പോകണം. മയ്യത്ത് കുളിപ്പിക്കുന്ന റൂമിന്റെ അകത്ത് പോകണമടി പൊന്നുമോളെ. തലമറയ്ക്കാതെ നടക്കുന്ന പെങ്ങളോട്, അള്ളാനെ മറന്നുകൊണ്ട് നടക്കുന്നവരോട്, മരണ വീട്ടിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് ഒന്ന് നിൽക്കാൻ പറ്റുമോ? നിന്നെ അല്ലാഹു നന്നാക്കും പെണ്ണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉസ്മാന് തങ്ങള് ഖബർ കണ്ടത് കരഞ്ഞത് വെറുതെയല്ല. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പെങ്ങളെ, ഖബറിനെ കുറിച്ച് ചിന്തിക്ക്. അല്ലാഹുവേ, നാളെ നീ സ്വർഗത്തിൽ പോകേണ്ടത് ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്നല്ലേ. എങ്കിൽ ഫാത്തിമ ആരെന്നറിയോ? കല്യാണം കഴിഞ്ഞ് അലിയാര് തങ്ങളുടെ കൂടെ മണിയറയ്ക്കകത്ത് പോവുകയാണ്. വിവാഹം കഴിഞ്ഞ് 1ാമത്തെ രാത്രിയില് അലിയാര് തങ്ങളുടെ കൂടെ മണിയറയ്ക്കകത്ത് കിടന്നു ചെന്നോ. അലിയാര് തങ്ങളുടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മകളെ ഭാര്യയായിട്ട് കിട്ടിയല്ലോ. അല്ലാ, അവിടെ നിന്ന് വീടിനകത്ത് കയറി മണിയറയ്ക്കയുടെ വാതിലടച്ചോ, മണിയറയുടെ വാതിലടച്ചോ. അലിയാര് തങ്ങൾ പടച്ചവരെ കത്തിച്ചു വെച്ചിരുന്ന വിളക്കണയ്ക്കുമ്പോ, കത്തിച്ചു വെച്ചിരുന്ന വിളക്കണയ്ക്കുമ്പോ വീടിനകത്തൊരു തേങ്ങൽ കേൾക്കുകയാ. വസമിഅനാ സൗതൻ ഹനീനാ. മണിയറയ്ക്കകത്തൊരു കരച്ചിൽ കേൾക്കുകയാണ്. ആരാണ് റബ്ബേ? പുതുമണവാട്ടിയിരുന്ന് കരയുകയാ. അലിയാര് തങ്ങള് ചെന്ന് നോക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാണ്. അലിയാര് തങ്ങള് ചോദിച്ചു, ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാനൊരു പാവപ്പെട്ടവനായത് കൊണ്ടാണോ? എന്തിനാ നീ കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടവാ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടവാ. പിന്നെ എന്തിനാ ഫാത്തിമ കരയുന്നത്? ഈ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് നിങ്ങളെന്നു പെട്ടെന്ന് അണച്ചപ്പോ ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു, ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയോ? എന്നെ ഖബറിനകത്ത് ഇറക്കി വെക്കുന്ന ദിവസം, എന്നെ ഖബറിനകത്ത് ഇറക്കി വെച്ച് പലകയെടുത്ത് വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തൊരിരുട്ടായിരിക്കും വലിയേ. എന്റെ ഖബറിന്റെ അകത്തൊരൽപ്പം പോലും വെളിച്ചമുണ്ടാകില്ലല്ലോ. എനിക്ക് ഇരുട്ട് കണ്ടപ്പോ അത് ഓർമ്മ വന്നു. അലിയാര് തങ്ങള് ചോദിച്ചു, നീ പുതുമണവാട്ടിയാ? ഇന്ന് നമ്മുടെ ആദിരാത്രിയാ? ഈ മണിയറയ്ക്കകത്തിരുന്ന് ഇത് പറയണമായി ഫാത്തിമ? ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലേ? ഈ മണിയറയ്ക്കകത്തിരുന്നിട്ട് ഖബറിനെ കുറിച്ചാണോ പറയേണ്ടത്? ഇത് നമ്മുടെ മണിയറയല്ലേ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അലിയാര് തങ്ങള് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു, അലിയേ, മണിയറ ഇവിടെയല്ല. ഫാത്തിമ തിരിച്ചു പറഞ്ഞു കൊടുത്തു, മണിയറ ഇവിടെയല്ല. വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയല്ല മണിയറ. മണിയറ ഒരുക്കേണ്ടത് എവിടെന്നറിയോ? കുളിപ്പിച്ച് 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് സുഗന്ധങ്ങളെ തേച്ചിട്ട് എന്റെ ഖബറിനകത്ത് കൊണ്ടുവെക്കും. ആ ഖബറിനകത്ത് വരുന്ന 2 മലക്കുകൾ എന്നോട് പറയും, ലംഘനൗമത്തിൽ
അലിയെ മണിയറ ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിലാ. കല്യാണത്തിന്റെ ആദ്യ രാത്രിയല്ല മണിയറ ഒരുക്കേണ്ടത് ഈ കാണുന്ന പള്ളിപ്പറമ്പില്. നിന്നെ കുളിപ്പിച്ച്, നീ കല്യാണത്തിന് പോലും അങ്ങനെ കുളിച്ചിട്ടുണ്ടാകില്ല. നിന്നെ നല്ലതുപോലെ സുഗന്ധം തേച്ച വെള്ളത്തിൽ കുളിപ്പിച്ചു, നല്ലതുപോലെ ഒളുവെടുപ്പിച്ചു, കുളിപ്പിച്ച് ഒരുക്കിയിട്ട് നിന്നെ കൊണ്ടുവന്ന് കുഴിച്ചിടും. ആ കബറിന്റെ അകത്ത് വരുന്ന മലക്കുകൾ പറയും, പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ ഉറങ്ങ്, പുതുമണവാട്ടി ഉറങ്ങുന്നത് പോലെ ഉറങ്ങ്. ഈ ഖബറിനകത്ത് വരുന്ന മലക്കുകൾ പറയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയേണ്ടത്, മണിയറ ഒരുക്കേണ്ടത് എവിടെയാ? അതുകൊണ്ട് നിർത്തുകയാ. അള്ളാനോട് കരവാപ്പാ, അള്ളാടെ മുന്നിൽ ചെയ്തു പോയ പാവങ്ങളൊക്കെ ഒന്നോർത്തു നോക്ക്. ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തതൊക്കെ ഒന്നോർത്തു നോക്ക്. അല്ലാ ആരോടും പറയാതെ എന്തൊക്കെ വൃത്തികേടുകൾ കാണിച്ചാലും പരസ്യപ്പെടുത്താതെ റബ്ബിങ്ങനെ മറച്ചുകൊണ്ട് നടക്കുന്നല്ലോ. നിന്റെ ഭാര്യ ഓർത്തിട്ട്, നിന്റെ മക്കളെ ഓർത്തിട്ട് നാണം കെടുത്തണ്ട എന്ന് കരുതിയിട്ട് അള്ളാഹു നമ്മളെ ഇങ്ങനെ നാണം കെടുത്താതെ കൊണ്ട് നടക്കുമ്പോ എന്തേ ചിന്തിച്ചു നോക്കാത്തത്? പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ. വിജനസ്ഥലം അതിനേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് നിന്നോടലിവ് റബ്ബിന് തോന്നണം. പടിവാതിലൊഴിയാതെ വിടയും നീ കരയടേ. സിറാജ് ചെയ്തത് സിറാജ് ഓർക്കാം. നിങ്ങൾ ഓരോരുത്തരും ചെയ്തത് നിങ്ങൾ ഓർക്ക്. എന്നിട്ട് നിങ്ങളൊന്ന് കരാ. റസൂലുള്ള പറയുന്ന, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണാൽ ആ കണ്ണുനീര് നിന്റെ കയ്യിൽ പിടിക്കും. ആ കണ്ണുനീര് നിന്റെ കയ്യിൽ പിടിക്കും. ഇനി അതിനും പറ്റുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പോകുമ്പോ അവന്റെ കണ്ണിലെ ഒരു രോമമുണ്ടല്ലോ, ഈ കണ്ണിന്റെ മുകളിൽ കാണുന്ന രോമങ്ങൾ, ആ കൺപീലിയിൽ ഒരു രോമം അല്ലാഹുവോട് പറയും, അല്ലാ ഒരിക്കൽ ദുആ ചെയ്തപ്പോ, ഒരിക്കൽ വഅദ് കേട്ടപ്പോ ഇവന്റെ കണ്ണൊന്നു നനഞ്ഞു റബ്ബേ. ഒരേ ഒരു രോമമേ നനഞ്ഞുള്ളൂ, ബാക്കിയുള്ള രോമങ്ങൾ നനഞ്ഞില്ല. ഒരേ ഒരു രോമം നനയുന്ന രീതിയിലാണ് നീ കരഞ്ഞതെങ്കിലും ആ രോമം പറയുമല്ലാ, ഇവന് നീ സ്വർഗം കൊടുക്കണേ അല്ലോ. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അതുകൊണ്ട് റബ്ബിനോട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. എൻ്റെ പ്രിയമുള്ളവരെ, തുഅമ്മിലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആസ ദഹ്റൻ അലാ ദഹ്രി. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ പോകുന്നവന്റെ മയ്യത്ത് കൊണ്ടുവരുന്നു, രാത്രിയിൽ കടന്നവന് രാവിലെ എഴുന്നേക്കുന്നില്ല. ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് വീണു മരിച്ചു പോകുന്നു. എന്തേ ചിന്തിക്കാത്തത്? ചിന്തിക്കാത്തത്? അതുകൊണ്ട് വഅദ് നിർത്തുകയാണ്. ഇനി ദുആഇന്റെ സമയമാ, ഇനി ദുആഇന്റെ സമയമാ. എന്തുണ്ട് വാപ്പാ? ഒരിക്കൽ റസൂലുള്ള ചിരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ചെയ്തു വച്ചിരിക്കുന്ന നന്മയുടെ വലിപ്പം കണ്ടിട്ട് ഒരുത്തനും നെളിയണ്ട. ചെയ്തു വച്ചിരിക്കുന്ന നന്മയുടെ വലിപ്പം കണ്ടിട്ട് ഒരാളും നെളിയണ്ട. അല്ലാഹു എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് 50ഉം 60ഉം വയസ്സ് വരെയുള്ള എൻ്റെ ഉപ്പയോട്, എൻ്റെ ഉമ്മയോട്, എൻ്റെ ചെറുപ്പക്കാരോട്, പാപ്പാ, ചെയ്തു വച്ചിരിക്കുന്ന നന്മ കണ്ടിട്ട് നീ നെളിയണ്ട. നിനക്ക് തന്നെ അറിയാം നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയും അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെന്ന്.